ഖുറാന്റെ മറവിലുള്ള സ്വർണ്ണക്കടത്ത് അതൊരു കെട്ടുകഥയായിരുന്നു എന്ന് കസ്റ്റംസ് സമ്മതിച്ചിരിക്കുകയാണ്. എന്തൊരു കോലാഹലമായിരുന്നു. KT ജലീൽ എന്ന വ്യക്തിയെ വേട്ടയാടാൻ വേണ്ടി, ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി BJPയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു കള്ളക്കഥയെ കേരളത്തിൽ UDF ഏതൊക്കെ രീതിയിലാണ് പ്രചരിപ്പിച്ചതെന്നറിയാലോ. ഒരു വിശുദ്ധ മതഗ്രന്ഥം റമദാൻ മാസത്തോടനുബന്ധിച്ച് ഈ നാട്ടിൽ വിതരണം ചെയ്യാൻ വേണ്ടി കോൺസുലേറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ അത് സ്വീകരിച്ച് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്നുള്ള നിലയ്ക്ക് പലയിടങ്ങളിലുള്ള മതസംഘടനകൾക്ക് അദ്ദേഹം വിതരണം ചെയ്തു എന്ന ഒറ്റ തെറ്റിൻ്റെ പേരിൽ ഖുറാനകത്ത് സ്വർണം കടത്തി എന്ന ആരോപണം കേരളത്തിലെ മുസ്ലിം ലീഗുകാർ മുന്നിൽ നിന്നുകൊണ്ട് KT ജലീലിനെതിരെ ഉന്നയിച്ചതെല്ലാം നിങ്ങൾ മറന്നു. അതങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. ഇന്നിപ്പോൾ ഈ വാർത്ത ആവിയായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റംസ് തന്നെ അതൊരു കെട്ടുകഥയാണെന്ന് സ്ഥിരീകരിക്കുകയും അങ്ങനെ വിതരണം ചെയ്ത ആ ഖുറാനിൽ അതുമായി ബന്ധപ്പെട്ട് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു 2.5 ലക്ഷം രൂപ പിഴ കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനോടല്ല UAE കോൺസുലേറ്റിനോട് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നിന്നുകൊണ്ട് നമ്മൾ എന്തിനാണ് അന്ന് ഇങ്ങനെ ഒരു മതഗ്രന്ഥത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ BJPയുടെ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും ലീഗ് നേതാക്കന്മാരെല്ലാം മുന്നിൽ നിന്ന് അധിക്ഷേപിച്ചത്? അല്ലെങ്കിൽ ആ വിശുദ്ധ ഗ്രന്ഥത്തെ കുറേയേറെ പേരുടെ മനസ്സിൽ